ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മലയാളത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓമനയുടെ ഓണം എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളോട് ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓണവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ വിവരണം എഴുതുക, അതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ ആഘോഷിച്ചിട്ടുള്ള ഓണങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം അതൊരു കുറിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു വിവരണമായിട്ട് എഴുതണം. അപ്പോൾ എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്ക് വിഷമം തോന്നിയ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ സന്തോഷം തോന്നിയതോ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരോടൊപ്പം കളിച്ചതിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഞാനിവിടെ നിങ്ങൾക്ക് മാതൃകയായിട്ടൊരു അനുഭവക്കുറിപ്പ് വായിച്ചു തരാം. ഓക്കെ. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുട്ടിക്കാലത്തെ ചില രസകരമായ ഓർമ്മകളാണ്. അന്ന് ഓണം ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു. സ്കൂൾ അടച്ചാൽ പിന്നെ ഒരു മേളമാണ്. ആ 10 ദിവസം കൂട്ടുകാരോടൊപ്പം പാടത്തും തൊടിയിലും എല്ലാം ചിലവഴിച്ച് തീർക്കുക എന്നതായിരുന്നു പ്രധാന വിനോദം. അന്ന് പൂക്കളം ഇടാനുള്ള പൂക്കൾ ശേഖരിക്കുന്നത് കുട്ടികളായ ഞങ്ങളുടെ ചുമതലയായിരുന്നു. ഓരോ ദിവസവും എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി ഏതു പൂക്കളമാണ് വലുതെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ തിരുവോണം അടുക്കുമ്പോൾ എല്ലാവരുടെയും ചിന്ത ഏറ്റവും വലിയ പൂക്കളം ഇടണം എന്നായിരിക്കും. ഇന്നത്തെ പോലെ കടകളിൽ നിന്നും പൂക്കൾ വാങ്ങുന്ന പതിവില്ലാത്തതുകൊണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് കാടും മേടും കയറി ഇറങ്ങി പരമാവധി പൂക്കൾ പറിക്കും. ഒരിക്കൽ ഒരു ഓണത്തിന് രസകരമായ ഒരു സംഭവമുണ്ടായി. പതിവ് പോലെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങൾ പൂക്കൾ പറിക്കാൻ ഇറങ്ങി. എനിക്കന്ന് ഒരുപാട് പൂക്കൾ കിട്ടി. എന്നാൽ എൻ്റെ കൂട്ടുകാർക്കൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഞാൻ സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവർ എന്നോട് കുറച്ച് പൂ തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ കൊടുത്തില്ല. പകരം ഒരോട്ടം വെച്ച് കൊടുത്തു വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വലിയ വട്ടം വരച്ച് കിട്ടിയ പൂക്കളെല്ലാം കൊണ്ടൊരു പൂക്കളം ഇട്ടു. എന്നിട്ട് കൂട്ടുകാരൊക്കെ വരുമ്പോൾ വലിയ ഗമയോടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ചായ കുടിക്കാൻ അടുക്കളയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എൻ്റെ പൂക്കളത്തിലെ പകുതിയോളം പൂക്കൾ കാണാനില്ല. എല്ലാം അവർ വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അന്ന് വലിയ സങ്കടമായി. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ആശ്വസിപ്പിച്ചു. അന്ന് കുറേ വിഷമിച്ചെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ രസകരമായ ഒരു ഓർമ്മയായി ഇത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി എഴുതിയ ഒരു ഓണക്കുറിപ്പാണ്, ഓണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി പൂക്കളമൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ കൂട്ടുകാർ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു ചെറിയ സങ്കടം തോന്നിയെങ്കിലും പിന്നെ ആലോചിക്കുമ്പോൾ രസകരമായിട്ടുള്ള ഒരു അനുഭവം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. അടുത്തത് ഓണപ്പാട്ടുകൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഞാനിവിടെ 2-3 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നോക്കിക്കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഓണപ്പാട്ടുകൾ കിട്ടും. കൂടുതലും നിങ്ങൾ ശേഖരിക്കുക. ഓക്കെ. ഇതാണ് ഒരു പാട്ട്. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ ഈണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്രനാൾ എങ്ങു പോയി എന്നാണ്. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്രനാൾ എങ്ങു പോയി. പുരളിമല കോവിലിൽ പൂജ ചെയ്യാൻ പോയോ, വയനാടൻ കാവുകളിൽ കളമെഴുതാൻ പോയോ, അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്രനാൾ എങ്ങു പോയി. നല്ലൊരു പാട്ടാണല്ലേ. അതുപോലെ തന്നെ അടുത്ത പാട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂവിളി പൂവിളി പൊന്നോണമായി എന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ അല്ലേ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പാട്ടും നമുക്ക് ഓണപ്പാട്ടുകളിൽ എഴുതാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പാട്ടാണ് മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ 7 വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേന്ന് പറഞ്ഞിട്ട്. പൊന്നാര്യൻ കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി ആരവമായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓണപ്പാട്ടുകൾ നിങ്ങൾക്ക് ശേഖരിക്കാനായിട്ട് പറ്റും. മുഴുവനായിട്ടും എഴുതിയില്ലെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഒരു 8 വരിയെങ്കിലും എഴുതിയിട്ട് ഓണപ്പാട്ടുകൾ എഴുതി പൂർത്തിയാക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പ്രവർത്തനമായിരുന്നു ഓണം വിഷയമായി വരുന്ന കവിതകൾ ശേഖരിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കുറച്ച് കവിതകളൊക്കെ തന്നിട്ടുണ്ട്. അതല്ലാതെ മറ്റു കവിതകൾ ശേഖരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയലോപ്പിള്ളി എഴുതിയ ഓണപ്പാട്ടുകാർ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലരെപ്പോ പൊഴുമര വയർ പട്ടിണി പെട്ടവർ കീറി പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ
നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ മങ്ങിയൊതുങ്ങിയിരിപ്പു നിരവധി പുരുഷായുസ്സിനപ്പുറ മാളിയോരോണ പൊൻകിരണങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കവിതയാണ് വൈലോപ്പിള്ളിയുടെ. അതുപോലെ തന്നെ ഇടശ്ശേരിയുടെ യുദ്ധകാലത്തെ ഓണം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദൂരെ മലിനമാം വാനിൻ കടയ്ക്കൊരു ചാരുശോണാഭ അതോണമല്ലേ, നേരിയ ദീപ്തിതൊട്ടാകെ മഞ്ഞിനെ കോരിത്തരിപ്പിച്ചു കൗതുകത്താൽ, ഏറിക്രമത്തിലടുത്ത നാളിപ്രഭ പാരിനെ മുക്കിടും ആഹ്ലാദത്തിൽ, ആരോർത്തു കാറിനടിയിലീ സുന്ദര ഹീരം വിളഞ്ഞു കിടന്ന കാര്യം, തോരാത്ത കണ്ണീരും കാലമേ നീയൊരു വാരുറ്റ പുഞ്ചിരി പൂൺപായി മാറ്റും. ഇടശ്ശേരിയുടെയാണ് യുദ്ധകാലത്തെ ഓണം. അടുത്ത കവിത ഒളപ്പമണ്ണയുടെ വിടരാത്ത ഓണപ്പൂക്കൾ. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം, നടുമുറ്റത്തുള്ള ഓണത്തപ്പൻ അടനേദിച്ചു മുത്തശ്ശി, മിഴീണമാതാ വേകിയ മഷി കൊണ്ടെഴുതി കറുകപ്പൂ ചൂടി, കാമിനി പെട്ടി തുറന്നിട്ടേകിയ കോടിയലക്കിയ മുണ്ടോടെ, വെളിയിലിറങ്ങി നടന്നേൻ പൊന്നിള വെയിലിൽ പൂക്കും മനമോടെ, ആനന്ദിക്കുകയല്ലേ ഈ പൊന്നോണക്കാലത്തെല്ലാരും, ഇന്നാണല്ലോ പാതാളം വിട്ടിങ്ങോട്ടെത്തുക മാവേലി, ആരും കരയരുത് അദ്ദേഹത്തിൻ തിരുമുൻപിൽ. അപ്പം ഒളപ്പമണ്ണയുടെ വിടരാത്ത ഓണപ്പൂക്കൾ എന്നൊരു കവിതയാണിത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നിങ്ങളും ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ ശേഖരിക്കുക. അടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് വരുന്നത് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പം നമുക്കറിയാം ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണെന്ന് അന്വേഷിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വായിച്ച് നോക്കാം. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറിയ പങ്കും വരുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതിൽ തന്നെ ഭക്ഷ്യവസ്തുക്കളായ അരിക്കും പച്ചക്കറികൾക്കും വേണ്ടിയാണ് നമ്മൾ കൂടുതലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവയിൽ ഏറിയ പങ്കും വരുന്നത്. കേരളീയരുടെ കൃഷിയോടുള്ള വിമുഖത നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് വളരെയധികം കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധനങ്ങളുടെ വിലക്കയറ്റവും മറ്റും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. ഒരു ചെറിയൊരു കുറിപ്പാണ്. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അന്വേഷിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കുക. അതുപോലെ തന്നെ അവസാനത്തെ പ്രവർത്തനം ഒരു മാഗസിൻ തയ്യാറാക്കാനായിരുന്നു, ഓണപ്പതിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഒരു കവർ ചിത്രം വേണം, ആമുഖം വേണം, ഉള്ളടക്കം വേണം, ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്താണെന്ന് എഴുതണം, കഥകൾ വേണം, ചിത്രങ്ങൾ വേണം, പാട്ടുകൾ വേണം, പിന്നെ സദ്യ വിഭവങ്ങൾ, ഓണച്ചൊല്ലുകൾ, ഓണപ്പദങ്ങൾ, കളികൾ, കവിതകൾ, കലാരൂപങ്ങൾ, അനുഭവ വിവരണം. അപ്പോൾ ഇതിനകത്ത് ചിലതൊക്കെ നമ്മൾ ചെയ്തതാണ്, മിക്കതും നമ്മൾ ചെയ്തത് തന്നെയാണ്. ക്ലാസ്സിൽ ചെയ്തതുണ്ട്, നിങ്ങൾ എഴുതിയത് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു മാഗസിൻ തയ്യാറാക്കുക, ഒരു ഓണപ്പതിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ A4 പേപ്പറുകളിൽ തയ്യാറാക്കിയാൽ മതി. എന്നിട്ട് അത് ഒരുമിച്ച് പ്രിൻ്റ് ചെയ്തിട്ട് ഒരു മാഗസിൻ പോലെ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.